ഹായ് സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. ഈ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൾസ് ഇൻ അരിയേഴ്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ കോൾസ് ഇൻ അഡ്വാൻസ്. എന്താ അഡ്വാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, മുൻകൂട്ടി പൈസ അടയ്ക്കുന്നതിന് പറയുന്നതാണ് അഡ്വാൻസ് എന്ന് പറയുന്നത് അല്ലേ. ഈ കമ്പനിക്ക് എന്നെ സംബന്ധിച്ചോളം എന്തെന്ന് പറഞ്ഞത് നമ്മൾ ഒരു നല്ലൊരു കാര്യമാണ്. അത് അവർ സ്വീകരിക്കുകയാണ് ചെയ്യണം. വെൻ ഷെയർഹോൾഡർ പേ മണി മോർ ദാൻ കോൾഡ് അപ്പ് ദ എക്സസ് മണി ഈസ് കോൾഡ് കോൾസ് ഇൻ അഡ്വാൻസ്. അതായത് ഇപ്പോൾ കമ്പനി ഷെയർ ഹോൾഡേഴ്സ് ചിലപ്പോൾ ആ കോൾ വിളിക്കണേക്കാൾ മുമ്പ് അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് മുൻകൂട്ടി അവിടെ പൈസ അവർക്ക് കൊടുക്കുന്നതിന് പറയണതാണ് എന്ത്, കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞത്. ദിസ് കോൾസ് ഇൻ അഡ്വാൻസ് റെഫേഴ്സ് ദ എമൗണ്ട് പെയ്ഡ് ബൈ ഷെയർ ഹോൾഡർ ഇൻ അഡ്വാൻസ് ഓഫ് ബിക്കമിങ് ഡ്യൂ. അതായത് നേരത്തെ കൂട്ടിയിട്ട് തന്നെ എന്തെന്ന് പറഞ്ഞത് അവർ പൈസ എന്താ പറയുക മുൻകൂട്ടി തന്നെ അവിടെ അടയ്ക്കുന്നു. ഇൻ ഷോർട്ട്സ് എമൗണ്ട് റിസീവ്ഡ് ബൈ കമ്പനി ബിഫോർ കോൾ മേഡ് കോൾ ഇൻ അഡ്വാൻസ്. എ കമ്പനി ക്യാൻ ആസ് വിത്ത് കോൾസ് ഇൻ ഓൺലി ഇഫ് ദ അതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ്. കമ്പനി ഇത് മുൻകൂട്ടി ഇത് സ്വീകരിക്കുന്നത് ആർട്ടിക്കിൾ പ്രകാരമായിരിക്കും. എന്തെന്നാണ് കമ്പനി മുൻകൂട്ടി ആ കമ്പനിയിൽ തന്നെ എഴുതി വെച്ച് ആർട്ടിക്കിൾസിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുൻകൂട്ടി തന്നെ എന്തെന്ന് പറയണത് അഡ്വാൻസ് ചെയ്തിട്ടാണ്. അതായത് മുൻകൂട്ടി തന്നെ എന്താ പറയുക അടയ്ക്കുന്ന കാര്യം അതിൽ രേഖപ്പെടുത്തിയ ശേഷം മാത്രമാണ് അത് നമ്മളത് മേടിക്കുള്ളൂ. ഇൻ റെസ്പെക്ട് ഓൾ കോൾസ് ഇൻ ഫോളോയിങ് ജേർണൽ എൻട്രീസ് ആർ റിക്വയർഡ്. ഇപ്പോൾ കമ്പനീനെ സംബന്ധിച്ചോളം കോൾസ് ഇൻ അഡ്വാൻസ് ഉണ്ടാവുകയാണെങ്കിൽ എന്തുണ്ടാവണം, ഈ ജേർണൽ എൻട്രീസ് ആണ് നമ്മൾ സാധാരണ എൻട്രി ചെയ്യാറ്. വെൻ കമ്പനി റിസീവ് കോൾസ് ഇൻ അഡ്വാൻസ്, ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. നെക്സ്റ്റ്, ഇനി കോൾസ് ഇൻ അഡ്വാൻസ് ലയബിലിറ്റി ബിക്കം ഡ്യൂ. അതായത് കമ്പനിയെ സംബന്ധിച്ചുള്ള ഒരു ലയബിലിറ്റിയാണ് അല്ലേ, ഒരു ഉത്തരവാദിത്തമാണ്. അത് മുൻകൂട്ടി എന്നെയാണ് അവർ തരുമ്പോൾ അതെടുത്ത് സ്വീകരിച്ച് വെക്കണത് എന്ന് പറയുമ്പോൾ കമ്പനിക്ക് തന്നെ ഒരു ഉത്തരവാദിത്വം കൂടുതലാണ്. അതുകൊണ്ട് ഹെൻസ് ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റ്. അതുകൊണ്ട് ഇത് ക്രെഡിറ്റ് ആണ് ചെയ്യണത്. ഇറ്റ് ഷോസ് അണ്ടർ ദ സബ് ഹെഡ് അത് കറണ്ട് ലയബിലിറ്റീസിൻ്റെ അണ്ടറിലാണ് എന്തെന്ന് പറയുക ബാലൻസ് ഷീറ്റിൽ ഇത് വരിക. അപ്പോൾ എന്താ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് മനസ്സിലായില്ലേ? കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ കമ്പനിയിലത്തെ ഷെയർ ഹോൾഡേഴ്സ് എന്താ ചെയ്യണേ, നേരത്തെ കൂട്ടി വിളിക്കാത്ത കോൾസിന് അതിന് മുൻകൂട്ടി തന്നെ കമ്പനിയിലേക്ക് അവർ എന്താ പറയുക നേരത്തെ കൂട്ടിയിട്ട് ചിലപ്പോൾ അവരുടെ കഴിച്ചു തന്നപ്പോൾ നേരത്തെ കൂട്ടിയിട്ട് എന്തെന്ന് പറഞ്ഞാൽ പൈസ അടയ്ക്കുന്നതിനെ പറയണതാണ് അത് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അത് ബാലൻസ് ഷീറ്റിലെ കറണ്ട് ലയബിലിറ്റി സൈഡിലാണ് എന്തെന്ന് പറഞ്ഞത് എൻട്രി ചെയ്യാറ്. അത് ലയബിലിറ്റി ആയതുകൊണ്ട് കമ്പനിക്ക് ലയബിലിറ്റി, അത് കറണ്ട് ലയബിലിറ്റി സൈഡിലാണ് ബാലൻസ് ഷീറ്റിൽ ചെയ്ത്. അതേപോലെ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു കോൾസ് ഇൻ അഡ്വാൻസ് ആണ് അതിൻ്റെ ഫസ്റ്റ് വെൻ കമ്പനി റിസീവ് കോൾസ് ഇൻ അഡ്വാൻസ്. ഇനി വെൻ കോൾ റിയലി ബിക്കം ഡ്യൂ, അതായത് ഇപ്പോൾ രണ്ടും കോള് സെക്കൻഡ് കോൾ അല്ലെങ്കിൽ ഫസ്റ്റ് കോള് വിളിക്കുക 2 മാസം മുമ്പ് അല്ലെങ്കിൽ 3 മാസം മുമ്പായിരിക്കും ചിലപ്പോൾ നമ്മൾ അത് വിളിക്കുക. അഡ്വാൻസ് ഇത് വിളിക്കെങ്കിൽ അഡ്വാൻസ് കൊണ്ടുവന്നിരണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ഡേറ്റ് ആയെങ്കിൽ വെൻ ദ കോളിലേക്കും ഡ്യൂ ആയെങ്കിൽ അതായെങ്കിൽ ആ ടൈമിൽ ആവുകയാണെങ്കിൽ നമ്മുടെ കമ്പനി എന്ത് ചെയ്യും, അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും, അഡ്വാൻസ് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇതെന്താണ് കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് അറ്റഡ് ടു കോൾസ് അക്കൗണ്ട്. വെൻ കമ്പനി മേക്സ് ദ കോൾ ദ കോൾസ് ഇൻ അഡ്വാൻസ് നോ ലോക്കം പിക്കം ആസ് എ ലയബിലിറ്റി. അപ്പോൾ 2 മാസം കഴിയുകയാണെങ്കിൽ ആ കമ്പനിക്ക് എന്താ പറയുക അത്ര വലിയ ലയബിലിറ്റി, അവരുടെ ലയബിലിറ്റി കഴിഞ്ഞു, അതിലേക്ക് അടച്ചു കഴിഞ്ഞു, കൂടുതൽ പിടിച്ച് ആവശ്യമില്ല. ഹെൻസ് അത് ക്ലോസ്ഡ് ആവും. അപ്പോൾ ക്രെഡിറ്റുള്ളത് അത് ഡെബിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ട്രാൻസ്ഫർ എമൗണ്ട് ടു റെലവൻറ്റ് കോൾ അക്കൗണ്ട്. എന്നിട്ട് അത് ഏത് കോളിലേക്കാണോ ആ കോളിലേക്ക് ഇത് ചെയ്യാം. മനസ്സിലായി തോന്നുന്നു. അപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞത് ആദ്യം നമ്മൾ ഒരു അഡ്വാൻസ് ആയിട്ട് മുൻകൂട്ടി തന്നെ എന്തെന്നാണ് ഷെയർ ഹോൾഡേഴ്സ് അവർ എന്താ പറയുക പൈസ കമ്പനിയിൽ കൊണ്ട് അടയ്ക്കുന്നു. അതാണ് എന്തെന്ന് പറഞ്ഞാൽ കോൾസ് ആൻഡ് അഡ്വാൻസ്. അത് 2 മാസം മുമ്പ് അങ്ങനെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 2 മാസം ആവണേക്കാൾ മുമ്പ്. ഇപ്പോൾ മാർച്ചിലാണ് വിളിക്കണേന്ന് വിചാരിക്കും, കോൾ വിളിക്കണമെങ്കിൽ അയാൾ ഒരു ഡിസംബറിൽ അല്ലെങ്കിൽ ഒരു ജനുവരിയിൽ അയാൾ കൊണ്ടുവന്ന് കമ്പനിയിൽ കൊടുക്കുകയാണ്. അതാണ് എന്തെന്നാണ് കോൾ. അപ്പോൾ നമ്മുടെ ജേർണൽ എൻട്രി എന്തായിരുന്നു, വെൻ കമ്പനി റിസീവ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു കോൾസിൻ്റെ. അത് അപ്പോൾ എന്ത് ചെയ്യും, അവരുടെ ലയബിലിറ്റി ആയതുകൊണ്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അതിനെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് അത് കണക്കാക്കും. ഇനി അത് ഡ്യൂ ആയി, അത് മാർച്ചിലായി, ടൈമായ സമയത്ത് എന്താ അത് കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് അറ്റഡ് ടു കോൾസ് അക്കൗണ്ട്. അത് വെൻ കമ്പനി മേക്സ് കോൾ ദ കോൾസ് ഇൻ ലോ, അത് ലയബിലിറ്റി അവരുടെ കമ്പനിയുടെ കഴിയും ചെയ്തു, അത് എന്ത് ക്രെഡിറ്റ് ഉള്ളത് ഡെബിറ്റ് ആവും ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഇൻട്രസ്റ്റ് ഇൻ കോൾസ് ഇൻ അഡ്വാൻസ്. ഇൻട്രസ്റ്റ് ഇൻ കോൾസ് നമ്മൾ പറഞ്ഞു. ഇൻട്രസ്റ്റ് ഇൻ കോൾസ് ഇൻ അരിയേഴ്സ്. കോൾസ് വരുമ്പോൾ ആ നിക്ഷേപകരുടെ നിന്ന് അവർ സെർട്ടൻ പെർസെൻറ്റേജ് മേടിക്കുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്നാണ്. കമ്പനി മസ്റ്റ് പേ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അറ്റ് റേറ്റ് സ്പെസിഫൈഡ് ഇൻ ആർട്ടിക്കിൾസ്. ബട്ട് ഇഫ് ആർട്ടിക്കിൾ ആർ സൈലന്റ് ഓൺ ദിസ് പോയിന്റ്, ദ കമ്പനി ലൈബിൾ ടു പേ ഇൻട്രസ്റ്റ് നോട്ട് എക്സീഡിംഗ് 12% per annum calls in advance from date of receipt and due date as per table F of the Companies Act 2013. അതായത് നമ്മുടെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം നമ്മൾ ഒരു 12% ആർട്ടിക്കിൾ സൈലൻ്റ് ആണെങ്കിലും 12% പലിശ നിരക്ക് നമ്മുടെ ഇവിടുന്ന് മേടിക്കണം എന്ന് ഇതുണ്ട്. അത്രയും ശതമാനം അത് നമ്മൾ പെർ ആനം ഇപ്പോൾ മന്ത് വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ എത്രയും ഡ്യൂ ഡേറ്റ് വരണം അത് വെച്ചിട്ടായിരിക്കും എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ ആ അഡ്വാൻസ് ചെയ്യുമ്പോൾ എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നുണ്ടാവുള്ളൂ. സോ നമ്മൾ അതേപോലെ തന്നെ ഷെയർ ഹോൾഡർ നോട്ട് എൻറ്റൈറ്റിൽ ടു എനി ഡിവിഡൻഡ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കൂട്ടി ചെയ്തു. അപ്പോൾ കോൾസിന് ആ സമയത്ത് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടായി, കമ്പനിക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടായി, ആ ഡിവിഡൻഡ് ചിലപ്പോൾ അഡ്വാൻസ് ചെയ്തവർക്ക് കിട്ടണമെന്നില്ല. For interest on calls in advance due, interest in calls in advance account debted to sundry shareholders. Interest calls in advance ചെയ്താണെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇതാണ് അതിൻ്റെ ജേണൽ എൻട്രി. അപ്പോൾ നമ്മൾ മുൻകൂട്ടി അടച്ചാലും അതിനും ഒരു ഇത്ര സെർട്ടൻ എമൗണ്ട് പെർസെൻറ്റേജ് അവർ മേടിക്കും, കമ്പനി മേടിക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇൻ കോൾസ് ഇൻ അഡ്വാൻസ് അതിൻ്റെ ജനറൽ ഫോർ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ഡ്യൂ, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ഒരു 12% പെർ ആനാണ്. മറ്റേത് 12%-നും കൂടാൻ പാടില്ല. മറ്റേത് കോൾസ് ഇൻ അരിയേഴ്സ് ആകുമ്പോൾ 10%-നും കൂടാൻ പാടില്ലായിരുന്നു. ഇനി നമ്മുടെ ഡിഫറൻസ് കോൾസ് ഇൻ ഏരിയസും കോൾസ് ഇൻ അഡ്വാൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് കോൾഡ് ബൈ കമ്പനി ബട്ട് നോട്ട് പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. കമ്പനി വിളിച്ചിട്ടുണ്ടാവുമെങ്കിലും കമ്പനി എന്താണ് എമൗണ്ട് കോൾഡ് ബൈ ദി കമ്പനി ബട്ട് ഡു നോട്ട് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് പൈസ എന്തെന്ന് പറഞ്ഞാൽ അടച്ചിട്ടുണ്ടാവില്ല. കമ്പനി വിളിച്ചിട്ടുള്ള കോൾസ് പക്ഷേ ഷെയർ ഹോൾഡേഴ്സ് അത് അടച്ചിട്ടുണ്ടാവില്ല. പക്ഷേ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ കമ്പനി എന്താ പറയുക അഡ്വാൻസ് വിളിക്കാണ്ട് നേരത്തെ കൂട്ടി ഷെയർ ഹോൾഡേഴ്സ് എന്തെന്ന് പറയണത് അടയ്ക്കുന്നതിനെ പറയുന്നതാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞത്. കോൾസ് ഇൻ അരിയേഴ്സ് ഫസ്റ്റ് പോയിന്റ് എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കമ്പനി വിളിച്ചത് പക്ഷേ ഷെയർ ഹോൾഡേഴ്സ് അടച്ചിട്ടില്ല. കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞത് കോൾ വിളിച്ചിട്ടില്ല പക്ഷേ കമ്പനി കോൾ വിളിച്ചിട്ടില്ല പക്ഷേ ഷെയർ ഹോൾഡേഴ്സ് അത് അടയ്ക്കുന്നു. ഇറ്റ് ഈസ് എമൗണ്ട് ഡ്യൂ ടു ദ കമ്പനി ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ കൂടുതൽ ഉത്തരവാദിത്തം ആർക്കാണ്? ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും കോൾസ് ഇൻ അരിയേഴ്സിൽ ഉത്തരവാദിത്തം കാര്യങ്ങളുണ്ടാവുക. പക്ഷേ കമ്പനി ഇൻ അഡ്വാൻസിൽ കമ്പനി ആയിരിക്കും ദ എമൗണ്ട് ഡ്യൂ ഫ്രം കമ്പനി ടു ദി ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിക്കായിരിക്കും എന്തെന്ന് പറഞ്ഞത് കൂടുതലും എന്തെന്ന് പറഞ്ഞത് ബാധ്യത ഷെയർ ഹോൾഡേഴ്സിനോട് ഉണ്ടാവുക. ഇറ്റ് ഷോസ് ഓൺ ദ ഡെബിറ്റ് ബാലൻസ്. ഇത് ഡെബിറ്റ് ബാലൻസിലായിരിക്കും എന്ത് കോൾസ് ഇൻ അഡ്വാൻസ് അരിയേഴ്സ് ചെയ്യുക. കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞത് ക്രെഡിറ്റ് ബാലൻസിലായിരിക്കും ഷോൺ ചെയ്യുന്നുണ്ടാവുക. ഇൻട്രസ്റ്റ് പ്രൊവൈഡഡ് ഓൺ ഇറ്റ്സ് ഇൻകം ഫ്രം ഇറ്റ്സ് കമ്പനി. ഏത് കോൾസ് ഇൻ അരിയേഴ്സ് ഈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് വെച്ചാൽ കമ്പനിക്ക് ഇൻകമാണ്. ഈ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ കമ്പനിക്ക് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് പ്രോഫിറ്റാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കമ്പനിക്ക് ഒരു ഇൻകം ആയിരിക്കും. നേരെ മറിച്ച് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ അത് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ദ എക്സ്പെൻസ് ഓഫ് കമ്പനിയുടെ എന്താണ് എക്സ്പെൻസസ് ആയിരിക്കും എന്തെന്ന് പറയണത് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയണത്. മനസ്സിലായ? ഇനി ഹാസ് ടേബിൾ മാക്സിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ 10% പെർ ആൻ. കോൾസ് ഇൻ അരിയേഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10% ആയിരിക്കും പെർ ആൻ. അപ്പോൾ മന്ത് എന്താ പറയണത് 10%-ഉം അതായിരിക്കും മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ. കോൾസ് ഇൻ അഡ്വാൻസിൽ മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 12% പെർ ആൻ ആയിരിക്കും. It is deducted from called up capital under subheading equity under main heading equity and liabilities. ഇത് എന്തെന്നാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഇത് നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഇക്വിറ്റിയിൽ ഡിഡക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇക്വിറ്റിയിലാണ് അണ്ടറിൽ, അതായത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ അണ്ടറിലാണ് എന്തെന്ന് പറഞ്ഞത് കോൾസ് ഇൻ അരിയേഴ്സ് വരിക. ഇതെന്ന് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റിയുടെ അണ്ടറിലാണ് എന്തെന്ന് പറഞ്ഞാൽ കോൾസ് ഇൻ അഡ്വാൻസ് വരിക. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡിഫറൻസ് കോൾസ് ഇൻ അഡ്വാൻസും കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ താങ്ക് യു.